സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം ഇന്ന് ഞാൻ കണ്ടൊരു വാർത്തയാണ്. അതായത് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിൽ സാജൻ എന്ന് പറയുന്ന വ്യക്തി അയാൾ ഇട്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. അത് ഈ മമ്മൂട്ടിയുടെയും ദുൽഖറിൻ്റെയൊക്കെ വിഷയങ്ങളെ പറ്റിയാണ് അയാൾ സംസാരിക്കുന്നത് കേട്ടോ. നമുക്കറിയാം സാജൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കഴിഞ്ഞതിൻ്റെ ഒരു മുൻപത്തെ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ മാസമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയാൾക്ക് നടു റോഡിൽ വെച്ച് നല്ല തല്ല് കിട്ടുകയുണ്ടായി. ആ തല്ല് കൊടുത്ത ആരാണ്? കമ്മ്യൂണിസ്റ്റിൻ്റെ ആൾക്കാരാണ്. അങ്ങനെ തല്ല് കിട്ടിയപ്പോൾ അയാൾക്ക് അന്ന് വരെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് വിരോധം എന്ന് പറയുന്നത് വലിയ രീതിയിൽ അങ്ങോട്ട് വളർന്നു. അങ്ങനെ വളർന്നപ്പോൾ അയാൾ കാണുന്നതെല്ലാം വലിയ തെറ്റാണ്. അതായത് കമ്മ്യൂണിസ്റ്റിനെതിരെ കിട്ടുന്ന എല്ലാ അവസരങ്ങളും നല്ല രീതിയിൽ മുതലെടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ വെറും ലോക്കൽ പാർട്ടിയാക്കി മാറ്റാനായിട്ട് അയാൾ നല്ല രീതിയിൽ അഹോരാത്രം പണിയെടുക്കുന്നുണ്ട്. ആ ഒരു പണിയെടുക്കുന്നതിൽ കൂടി ഈ സംഘിമിത്രങ്ങൾക്ക് വലിയ രീതിയിലൊരു സപ്പോർട്ടും കൊടുക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ഈ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു ചാനൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മറുനാടൻ മലയാളി ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു നിലപാടല്ലേ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെയും ദുൽഖർ സൽമാൻ്റെയും വിഷയമാണ്. ആ വിഷയത്തിൽ മറുനാടൻ മലയാളി സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് അയാൾ പറയുന്നത് ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ നല്ല ചുറുചുറുക്കുള്ള നല്ല വ്യക്തിത്വമുള്ള നല്ല മിടുക്കനായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനെ ഈ കമ്മിക്കുട്ടന്മാർ ഈ പറയുന്ന കൃസംഗിയാക്കിയിരിക്കുന്നു എന്നാണ്. അതായത് നേരെ വാ നേരെ പോ എന്നുള്ളൊരു ചിന്താഗതി മാത്രമുള്ള ഒരു ഉദ്യോഗസ്ഥനെ സംഘി എന്നുള്ളൊരു പേര് കൊടുത്തുകൊണ്ട് തന്നെ അയാൾ ചെയ്യുന്ന എല്ലാ കർത്തവ്യങ്ങളെയും അല്ല അയാൾ ചെയ്യുന്ന എല്ലാ ജോലികളെയും ഒരു സംഘി ചെയ്യുന്നതാണെന്നുള്ള രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അയാളുടെ ഒരു ജാതി അല്ലെ മതം വെച്ചുകൊണ്ട് പല ആളുകൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നു എന്നാണ്. നമ്മൾ മുൻപ് കണ്ടതാണ് സുനിത ദേവദാസ് എന്ന് പറയുന്നൊരു ജേർണലിസ്റ്റ്. പുള്ളിക്കാരുടെ വീഡിയോ നമ്മൾ ഓൾറെഡി എടുത്തിട്ട് നമ്മൾ സംസാരിച്ചതാണ്. ആ വീഡിയോയിൽ കൃസംഗി കുട്ടനായിട്ടുള്ള ടിജു എന്ന് പറയുന്ന ആ കമ്മീഷണർ ഉദ്യോഗസ്ഥനെ വലിച്ച് കീറി ഒട്ടിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശം നമ്മൾ കണ്ടതാണ് അല്ലേ. അതിൽ പറയുന്നത് ഈ സംഘിക്കുട്ടൻ്റെ എല്ലാ കാര്യങ്ങളും ഫുൾ എവിഡൻസ് എടുത്തിട്ടാണ് സുനിത ദേവദാസ് സംസാരിക്കുന്നത്. അല്ലാതെ മറുനാടൻ മലയാളിക്ക് എവിടെന്നെങ്കിലും ആരെങ്കിലും പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിലോ PR കൊടുക്കുന്നതിൻ്റെ പേരിലോ അല്ല പുള്ളിക്കാരി സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി ഈ ടിജു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ കൃസംഗിയായിട്ടുള്ള കമ്മീഷണർ ഉദ്യോഗസ്ഥൻ്റെ ഏതാണ് രാഷ്ട്രീയ ചരിത്രം എന്നുള്ളത്. അത് മനസ്സിലായപ്പോൾ തന്നെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി ഇത് ആർക്കെതിരെ ഏത് രീതിയിലാണ് ഇവർ ഈ അക്രമം അഴിച്ചുവിടാനായിട്ട് ശ്രമിക്കുന്നതെന്നുള്ളത്. നമുക്കറിയാം മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു മഹാനടന്, അയാളോട് എനിക്കൊരു വിരോധവുമില്ല, ആ ഒരു മഹാനടന് പരമോന്നത പുരസ്കാരം അല്ലെങ്കിൽ ബഹുമാനമായിട്ടുള്ള ഈ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കൊടുക്കുകയുണ്ടായി. ആ അവാർഡ് കൊടുക്കുന്ന അതേ ദിവസം തന്നെ വേറൊരു വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ കണ്ടത്. എന്താണ്? മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ മകനെതിരെ വലിയ രീതിയിലുള്ള ഒരു ആരോപണവുമായിട്ട് സംഘികൾ ഇറങ്ങിയത്. ആ മമ്മൂട്ടിക്ക് അല്ലെ ആ ഒരു മോഹൻലാലിന് അവാർഡ് കൊടുത്തത് സംഘിക്കുട്ടന്മാരാണ്. ആ അവാർഡ് കൊടുക്കുന്ന അതേ സമയം തന്നെ മമ്മൂട്ടി മോഹൻലാലിനൊപ്പം നിൽക്കുന്ന അല്ലെ രണ്ടുപേരുമാണ് താരരാജാക്കന്മാർ. ആ രണ്ടുപേരിൽ ഒരാളുടെ ചിറകങ്ങ് അരിഞ്ഞിടാമെന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിക്കെതിരെ ഒരു പ്രശ്നം അങ്ങോട്ടിറക്കി. അത് ശരിക്കും പറഞ്ഞാൽ ഉന്നം വെച്ചത് മമ്മൂട്ടിയാണെന്നുണ്ടെങ്കിലും ആ വാഹനം ദുൽഖർ സൽമാന്റെ പേരിലുള്ളതായിരുന്നതുകൊണ്ട് ദുൽഖർ സൽമാൻ അതിൽ പെട്ടുപോയതാണ്. മമ്മൂട്ടിക്ക് പണി കൊടുക്കാൻ വെച്ചത് മകനിട്ട് കിട്ടി എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ അവിടെയുള്ളൂ. അപ്പോൾ ആ മമ്മൂട്ടി എന്താണ് തെറ്റ് ചെയ്തത്? ഇവർ പറയുന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയും മകനും ഒക്കെ ഭൂട്ടാനിൽ പോയി അവിടെ നിന്ന് വാഹനം ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ട് വന്നതിന് ശേഷം ഇവിടുത്തെ ഇറക്കുമതി ടാക്സ് ഒന്നും കൊടുക്കാതെ ടാക്സ് വെട്ടിച്ചുകൊണ്ട് ആ വാഹനം നിയമലംഘനമായിട്ട് വാഹനം കേരളത്തിലേക്ക് എത്തിച്ചു എന്നാണ് പറയുന്നത്. അതും നിങ്ങൾ ഓർക്കണം, തമിഴ്നാട് നിന്നാണ് ഈ ദുൽഖർ സൽമാൻ ഈ വാഹനം വാങ്ങിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദുൽഖർ സൽമാൻ ഈ വാഹനം വാങ്ങിയതിൻ്റെ ആ തമിഴ്നാട് നിന്ന് ആരുടെ നിന്നാണോ വാങ്ങിയത് ആ വാഹനം വാങ്ങിയ ആളല്ലേ ശരിക്കും പ്രശ്നക്കാരൻ? അല്ലെങ്കിൽ ആ ഭൂട്ടാനിൽ നിന്ന് ആ വാഹനം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കയറ്റിയ ആളുകളല്ലേ അല്ലെങ്കിൽ കടത്തിയ ആളുകളല്ലേ കുറ്റക്കാർ? എന്നാൽ ഇതൊന്നും അല്ല ഇവരുടെ മുന്നിലെ പ്രശ്നം. ആ വണ്ടി ആരുടെ കയ്യിലാണോ ഇപ്പോൾ ഇരിക്കുന്നത് അവരാണ് പ്രശ്നക്കാർ, അവരാണ് തീവ്രവാദി, അവരാണ് രാജ്യദ്രോഹികൾ. ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ആദ്യം ഞാനൊരു വാർത്ത പ്ലേ ചെയ്യാം. ആ വാർത്ത വന്നത് 2017 ഡിസംബർ 2 വന്നിരിക്കുന്നത്. മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു വാർത്തയാണ്. അത് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാം. പോണ്ടിച്ചേരിയിലെ വ്യാജവിലാസത്തിൽ 2 ആഡംബര വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിപ്പ് നടത്തിയ സംഭവത്തിലാണ് സുരേഷ് ഗോപി MPക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുന്നത്. 2010 80 ലക്ഷം രൂപ വില വരുന്ന Audi Q7 സുരേഷ് ഗോപി MP പോണ്ടിച്ചേരി വിലാസത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നീട് MP ആയതിനു ശേഷവും കഴിഞ്ഞ വർഷം മെയ് 24 മറ്റൊരു Audi വാഹനം കൂടി ഇതേ വിലാസത്തിൽ രജിസ്റ്റർ ചെയ്തു. 29 ലക്ഷം രൂപ സംസ്ഥാന ഖജനാവിലേക്ക് വരേണ്ടെടുത്ത നിസ്സാര തുക മാത്രമാണ് ഇതിന് പോണ്ടിച്ചേരിയിൽ നികുതി അടച്ചത്. വ്യാജവിലാസത്തിൽ രജിസ്റ്റർ ചെയ്ത ആഡംബര വാഹനം ഉപയോഗിച്ച് കേരളത്തിലെ നിരത്തുകളിൽ നഗ്നമായ നിയമലംഘനം നടത്തിയ സംഭവത്തിലും സുരേഷ് ഗോപി MPക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 12 തവണയാണ് സുരേഷ് ഗോപി MPയുടെ ഔദ്യോഗിക വാഹനം ട്രാഫിക് നിയമം ലംഘിച്ചത്. മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട ഈ വാർത്തകളിലാണ് ഫഹദ് ഫാസിലിനും അമല പോളിനും പിന്നാലെ സുരേഷ് ഗോപി കണ്ടില്ലേ? ഈ ഒരു വാർത്ത കാണിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളെപ്പറ്റി പറയാനാണ്.
ഇപ്പോൾ ഈ ഒരു വാർത്ത നമ്മൾ കണ്ടത് 2017 അതിനുശേഷം 2024 ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഗസ്റ്റിൽ വന്നിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആഡംബര കാറുകൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട നികുതി വെട്ടിപ്പ് ആരോപിച്ചുള്ള കേസിൽ കേന്ദ്രമന്ത്രിയും പ്രശസ്ത മലയാള നടനുമായ സുരേഷ് ഗോപിക്ക് കേരള ഹൈക്കോടതി ഇടക്കാല ആശ്വാസം നൽകി. നികുതി വെട്ടിപ്പ് കേസ് തള്ളണമെന്ന സുരേഷ് ഗോപിയുടെ ഹർജിയിലാണ് ഈ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. കേരളത്തിൽ ഉയർന്ന നികുതി ഒഴിവാക്കാൻ പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തതായി ആരോപിക്കപ്പെടുന്ന എറണാകുളത്തെ ഓഡി ഡീലർമാരിൽ നിന്നും 2010-ലും 2016-ലും ഗോപി വാങ്ങിയ 2 ആഡംബര കാറുകളാണ് കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ സ്ഥിര താമസക്കാരനായ ഗോപി പുതുച്ചേരിയിൽ വാഹനങ്ങൾ വ്യാജമായി രജിസ്റ്റർ ചെയ്തതിലൂടെ 18 ലക്ഷം രൂപയുടെ നികുതി നഷ്ടമുണ്ടായതായി സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നു. സുരേഷ് ഗോപിക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെന്ന് വിചാരണ കോടതി കണ്ടെത്തി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 168 വ്യാജരേഖ ചമയ്ക്കൽ, 471 വ്യാജരേഖ ഉപയോഗിക്കൽ, 420 വഞ്ചന, മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 40 വാഹന രജിസ്ട്രേഷൻ എന്നിവ പ്രകാരം കുറ്റം ചുമത്തി. കണ്ടില്ലേ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് വ്യാജരേഖ ചമയ്ക്കൽ, വ്യാജരേഖ ചമച്ചുകൊണ്ട് വാഹനം ഓടിക്കൽ, ഇങ്ങനെയുള്ള കുറേ ക്രമക്കേടുകളാണ് സുരേഷ് ഗോപിജി ചെയ്തിരിക്കുന്നത്. അതിന് ഹൈക്കോടതി ഒരു ഇടക്കാല ആശ്വാസം നൽകി ഈ പറയുന്ന വിചാരണ ഇപ്പോഴും നടത്തണ്ട, അല്ലെങ്കിൽ ഈ കേസ് ഇപ്പോഴും പരിഗണിക്കേണ്ട എന്നുള്ള രീതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സുരേഷ് ഗോപിയും മമ്മൂട്ടിയും ദുൽഖറും ഒക്കെ തമ്മിൽ എന്താണ് വ്യത്യാസം? സുരേഷ് ഗോപി വാഹനത്തിൻ്റെ പറയുന്ന നികുതി വെട്ടിപ്പാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ പറഞ്ഞു വരുന്നത് മമ്മൂട്ടിയും ദുൽഖറും ഒക്കെ ചെയ്തിരിക്കുന്നതും അതേ കാര്യം തന്നെയാണെന്നാണ്. ഭൂട്ടാനിൽ നിന്നും വാഹനം കയറ്റി അല്ലെങ്കിൽ കയറ്റി ഇങ്ങോട്ടേക്ക് ഇറക്കിയെന്ന് നിങ്ങൾ പറയുമ്പോഴും അതിനെപ്പറ്റി ഹൈക്കോടതി നല്ല രീതിയിൽ ചൊറിഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് ഹവാല ഇടപാട് വഴി കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ളത്. ആ കള്ളപ്പണം വെളുപ്പിച്ചതിൽ കൂടി നിങ്ങൾ പറയുന്നത് രാജ്യദ്രോഹ കുറ്റമാണ് ദുൽഖർ സൽമാനും മമ്മൂട്ടിയും ചെയ്തതെന്നാണ്. അതായത് മുസ്ലിം ആയതുകൊണ്ട് തന്നെയാണ് ഇവർക്കെതിരെ ഈ രീതിയിലുള്ളൊരു പരിപാടി ഇവർ മുന്നിലേക്ക് വെക്കുന്നത്. നമുക്കറിയാം, മമ്മൂട്ടിയും ദുൽഖറും പൃഥ്വിരാജും ഒക്കെ അവരുടെ രാഷ്ട്രീയ ചരിത്രം അല്ലെ അവരുടെ രാഷ്ട്രീയ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടിയോടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എതിർപക്ഷത്ത് നിൽക്കുന്ന സംഘിക്കുട്ടന്മാർക്ക് വലിയ രീതിയിലുള്ളൊരു വിഷമവും ദേഷ്യമൊക്കെ ഇവരോടുണ്ടാവാം. ആ ഒരു ദേഷ്യം ഇവർ മുസ്ലിം ആയതുകൊണ്ട് തന്നെ ആ രീതിയിലേക്ക് തന്നെ മാറ്റിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ മറുനാടൻ മലയാളി പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറുനാടൻ മലയാളിക്ക് പറയാനുള്ളത്, കേരളത്തിൽ എല്ലാവരും കൂടി ഈ പറയുന്ന ഉദ്യോഗസ്ഥനെ ഒരുമാതിരി സംഖ്യയാക്കുന്നു. മര്യാദയ്ക്ക് പണിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ എല്ലാവരും കൂടി കരിവാരി തേച്ചുകൊണ്ട് വലിയ രീതിയിൽ ആക്ഷേപിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മറുനാടൻ സംസാരിക്കുന്നത്. അപ്പം മറുനാടൻ്റെ വാർത്ത നമുക്ക് കണ്ടുനോക്കാം. ഭൂട്ടാൻ വാഹന തട്ടിപ്പ് അന്വേഷണവുമായി കസ്റ്റംസ് മുമ്പോട്ട് പോവുകയാണ്. മുകളിൽ നിന്ന് പത്രസമ്മേളനത്തിനിടയിൽ ചില ഇടപെടലുകൾ ഉണ്ടായി. പത്രസമ്മേളനം മുമ്പോട്ട് കൊണ്ടുപോയില്ലെങ്കിലും കമ്മീഷണർ അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല. അന്വേഷണത്തിൽ പുതിയ പുതിയ കണ്ടെത്തലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന ടിജു എന്നു പേരുള്ള കസ്റ്റംസ് കമ്മീഷണർക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമാണ്. ദുൽഖർ സൽമാനെതിരെയും പൃഥ്വിരാജിനെതിരെയും കേസെടുത്തതാണ് ചിലരെ ചൊടിപ്പിച്ചത്. അതുകൊണ്ട് പതിവ് പോലെ ഇവർ അദ്ദേഹത്തെ സംഘിയാക്കി ചിത്രീകരിച്ച് രംഗത്തുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ആളുകൾ അമ്പട സംഘിക്കുട്ട എന്നൊക്കെ പേരിട്ട് ഈ കസ്റ്റംസ് ഓഫീസറെ അധിക്ഷേപിച്ചുകൊണ്ട് യൂട്യൂബ് വീഡിയോകൾ ചെയ്യുകയും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നടത്തുകയും ചെയ്യുന്നു. കണ്ടില്ലേ, ഇതിൽ അയാൾ പറയുന്നത് ആ കസ്റ്റംസ് കമ്മീഷണറിനെ എങ്ങനെയാണ് എല്ലാവരും കൂടി സംഖ്യയാക്കുന്നത്, സംഖ്യക്കുട്ട എന്നൊക്കെ വിളിച്ചുകൊണ്ട് പലരും വൃത്തികെട്ട രീതിയിലൊക്കെയാണ് ഈ പറയുന്ന ടിജു എന്ന് പറയുന്ന നല്ല ഉദ്യോഗസ്ഥൻ ഇത് സംസാരിക്കുന്നതെന്നാണ്. അതിനുശേഷം വേറൊരു വാർത്തയിൽ ഞാൻ കണ്ടത്, മറുനാടൻ പറയുന്നത് 19 ലക്ഷത്തിന്റെ ബോണ്ടും ബാങ്ക് ഗ്യാരണ്ടിയും കസ്റ്റംസിന് കീഴടങ്ങി ദുൽഖർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്നലെ വന്നിരിക്കുന്ന വീഡിയോ ആണ്. എടാ, ദുൽഖർ കസ്റ്റംസിന് കീഴടങ്ങി നിന്നോട് ആരാണ് പറഞ്ഞത്? കസ്റ്റംസ് ദുൽഖറിന്റെ മുന്നിൽ മുട്ടുമടക്കി എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഹൈക്കോടതിയും ദുൽഖർ സൽമാന്റെ ആണത്തവും ധൈര്യവും എല്ലാം കൊണ്ട് ഈ പറയുന്ന കസ്റ്റംസ് കൃസംഗി കുട്ടന്മാർ ദുൽഖറിന്റെയും ഹൈക്കോടതിയുടെ മുൻപിൽ മുട്ടുമടക്കിയിരിക്കുകയാണ്. തോറ്റു തുന്നം പാടി പോയിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരോട് അതിയായ വിരോധമുള്ള ഈ സാജൻസ്കറി, എന്തുകൊണ്ടാണ് വിരോധം വന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. വഴിയിലിട്ടുകൊണ്ട് എല്ലാവരും കൂടെ ചവിട്ടി കൂട്ടി, അതിൽ കമ്മ്യൂണിസ്റ്റ് കുട്ടന്മാരാണ് കൂടുതലും. അപ്പോൾ അങ്ങനെ ചവിട്ടി കൂട്ടിയപ്പോൾ കമ്മ്യൂണിസ്റ്റിനോട് വലിയ രീതിയിൽ ദേഷ്യം ഉണ്ടാവുകയും ആ ദേഷ്യത്തിൽ കൂടി സംഘികളെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുകയും അവർക്ക് വേണ്ടിയിട്ട് PR വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു ആളിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ആ PR വർക്ക് ചെയ്യുന്നതിൽ കൂടി ഇയാൾ ചെയ്യുന്നത്, ഇവിടെ സംഘിക്കുട്ടന്മാർ ഒരു കുഴപ്പവുമില്ല, സംഘിക്കുട്ടന്മാരെ കുറ്റം പറയുന്ന കമ്മിക്കുട്ടന്മാരാണ് പ്രശ്നം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഈ വാർത്തയിൽ അയാൾ എന്താണ് പറയുന്നത്, മെഴുകൽ എന്താണെന്ന് കേട്ടു നോക്കാം. നമസ്കാരം. നടൻ ദുൽഖർ സൽമാന്റെ റേഞ്ച് റോവർ ഡിഫൻഡർ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തതിന്റെ പിറ്റേ ദിവസം തന്നെ ദുൽഖർ ഹൈക്കോടതിയെ സമീപിച്ചു അത് വിട്ടുകൊടുക്കാൻ. അന്ന് വലിയ ആവേശമായിരുന്നു. ദുൽഖർ മുസ്ലിം ആയതുകൊണ്ട്, ദുൽഖർ മോദി സർക്കാരിന് അനുകൂലമല്ലാത്തതുകൊണ്ട് ദുൽഖറിനെ പിടിച്ചു. അവിടെ മോഹൻലാലിന് ദേശീയ പുരസ്കാരം കിട്ടിയപ്പോൾ ദുൽഖറിന്റെ കാറു പിടിച്ചു എന്ന തരത്തിൽ പുരോഗമനവാദികൾ വലിയ ബഹളം വയ്ക്കുകയായിരുന്നു. അന്ന് കാനഡയിൽ ഇരുന്നു കൊണ്ട് ഇടത് ഇസ്ലാമിക അല്ലയോ സാജൻസ്കറിയ,
എന്തുകൊണ്ടാണ് ഈ നിങ്ങളിപ്പോൾ പറഞ്ഞു ദുൽഖർ നരേന്ദ്രമോദിക്ക് അനുകൂലമല്ലാത്തത് കൊണ്ട് വാഹനം പിടിച്ചു എന്ന് പലരും പറയുന്നു എന്ന്. അങ്ങനെയെങ്കിൽ സുരേഷ് ഗോപിയുടെ വാഹനം പിടിച്ചതിനെ പറ്റി അല്ല സുരേഷ് ഗോപി കാണിച്ച ക്രമക്കേടിനെ പറ്റി എന്തുകൊണ്ട് ആരും ഒന്നും മിണ്ടുന്നില്ല? അയാൾ നരേന്ദ്രമോദിജിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് തന്നെ ആയിരിക്കും അല്ലേ ആ കേസ് മറിഞ്ഞു പോയിരിക്കുന്നത്. നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ നിങ്ങൾ അറിയാതെ പറഞ്ഞൊരു കാര്യമാണ്. ദുൽഖറിനെ വെച്ചാണ് നിങ്ങൾ പറഞ്ഞതെങ്കിലും അവിടെ അത് പ്രാവർത്തികമായിരിക്കുന്നത് ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ കാര്യത്തിലാണ്. എങ്ങനെയാണ് ദുൽഖർ സൽമാൻ അവർക്ക് അനുകൂലമായിട്ട് നിൽക്കാത്തതുകൊണ്ട് ദുൽഖർ സൽമാനെ കുടുക്കി, അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മോഹൻലാലിനെയും അതേപോലെ സുരേഷ് ഗോപിയൊക്കെ ഇവർ കാശ് കൊടുത്ത് വാങ്ങാനായിട്ട് ശ്രമിക്കുന്നു. നിങ്ങളൊന്നും മനസ്സിലാക്കണം, ഈ പറയുന്ന മമ്മൂട്ടിക്കും ദുൽഖറിനും എതിരെ സംസാരിക്കുന്ന കുറയ്ക്കുന്ന ആളുകളൊന്നും മനസ്സിലാക്കുക. സുരേഷ് ഗോപി ചെയ്തിരിക്കുന്നതും അതീവ ഗുരുതരമായിട്ടുള്ള കാര്യം തന്നെയാണ്, ക്രമക്കേടുകൾ തന്നെയാണ്. വ്യാജരേഖ കെട്ടിച്ചമച്ചുകൊണ്ടൊരു വാഹനം ഇവിടെ ഇട്ട് ഓടിക്കുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ ഗുരുതരാവസ്ഥയാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച തന്നെയാണ്, അല്ലെങ്കിൽ ക്രമക്കേടാണ്. എന്തുകൊണ്ട് നിങ്ങൾ അതിനെതിരെ സംസാരിക്കുന്നില്ല? നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായതുകൊണ്ടല്ലേ നിങ്ങൾ അവിടെ ഒരു ഇരട്ടത്താപ്പ് കാണിക്കുന്നത്? മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി മമ്മൂട്ടിക്ക് വയ്യാതെ കിടന്നപ്പോൾ ശബരിമലയിൽ പോയി മമ്മൂട്ടിക്ക് വേണ്ടി നേർച്ച ചെയ്തൊരു വ്യക്തിയാണ്. അങ്ങനെ ഇവിടെ ജാതിയും മതവും ഇല്ല എന്ന് എല്ലാവരും പറയുമ്പോഴും ആ മതത്തിനെയും ആ ജാതിയെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇവന്മാർ കാണിക്കുന്ന വൃത്തികെട്ട പരിപാടി, അതിനീ പറയുന്ന മറുനാടൻ കൂടി കൂട്ടി നിൽക്കുമ്പോൾ എന്തൊരു വൃത്തികേടാണല്ലേ. ബാക്കി കേട്ട് നോക്കാം. രാഷ്ട്രീയത്തിന് കുടപിടിച്ച് സാമ്പത്തിക ലാഭമുണ്ടാക്കുന്ന ഒരു സ്ത്രീ അവരെ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോയുടെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: വണ്ടി വിട്ടുകിട്ടാൻ ദുൽഖർ കോടതിയിൽ. മൈ ഡിയർ സാറേ, 369 മമ്മൂക്കാന്റെ നമ്പറാണേൽ എടുത്ത വണ്ടിയൊക്കെ ചെക്കൻ തിരിച്ചു വെപ്പിക്കും. 369 ഗാരേജ് എന്ന് കേട്ടിട്ടുണ്ടോ സാറേ? ഈ സമയത്ത് സോഷ്യൽ മീഡിയയിലെ ഒരു രീതി ഇതായിരുന്നു: ദുൽഖറിനോട് പക വീട്ടി ദുൽഖർ അതിനെ തിരിച്ച് കോടതിയിലൂടെ പണി കൊടുക്കും. വലിയ ആവേശ കമ്മിറ്റിക്കാരൊക്കെ കസ്റ്റംസ് ഓഫീസർ ടിജുവിന്റെ ജാതിയും മതവും അദ്ദേഹം ഭാരത് മാതാ കി ജയ് വിളിച്ചതും ഒക്കെ വലിയ ആയുധമാക്കി. ടിജു ബോധപൂർവം സംഘി സർക്കാരിന്റെ പ്രതിനിധിയായി ദുൽഖറിനോട് പക വീട്ടുന്നു എന്നായിരുന്നു പ്രചാരണം. ആവേശ കമ്മിറ്റിക്കാർ ബഹളം വെച്ചു. കേസ് കോടതിയുടെ പരിഗണനയിലെത്തി. കസ്റ്റംസിനോട് കോടതി മറുനാടൻ മലയാളി മോനെ, നീ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? PR ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അവന്മാരുടെ ഒരു PR വർക്കർ ആയിട്ട് നീ നിൽക്കുന്നുണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്താൽ പോരെ. എന്തിനാണ് നീ പറയുന്നതാണ് സത്യം എന്ന് പറയാനായിട്ട് നീ നിൽക്കുന്നത്? കുറച്ച് ആളുകൾ വീഡിയോ കാണാനുമുണ്ട്, കുറച്ച് ആളുകൾ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തോന്നിവാസം വിളിച്ച് പറയാമെന്ന് വിചാരിക്കരുതേ. ആ സുനിത ദേവദാസ് എന്ന് പറയുന്ന അവതാരിക, അല്ലെങ്കിൽ ആ സുനിത ദേവദാസ് എന്ന് പറയുന്ന ജേർണലിസ്റ്റ്, പുള്ളിക്കാരി ശക്തവും വ്യക്തവുമായിട്ട് എല്ലാ കാര്യങ്ങളെ പറ്റിയും വ്യക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ്. അവർക്കൊരു രാഷ്ട്രീയമില്ല, അവർക്കൊരു എന്താ പറയുക, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്ത് അവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് സോപ്പിട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു മൈൻഡൊന്നും ഇല്ല അവർക്ക്. അവർ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത്. ആ സംസാരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി പുള്ളിക്കാരിക്ക് കൃത്യമായിട്ടുള്ള ധാരണയുമുണ്ട്. ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ അവർക്കെതിരെ കുരു പൊട്ടിച്ച് വിട്ടിട്ട് എന്ത് കാര്യമാണുള്ളത്? അവർ ഈ പറയുന്ന മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഈ സംഘിക്കുട്ടന്മാരെ വിളിച്ച് കളിയാക്കുന്നു, അല്ലെ നരേന്ദ്രമോദിയെ കളിയാക്കുന്നു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് പരാമർശിക്കുമ്പോൾ അവരെന്താണ് പറഞ്ഞതെന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. അവർ പറഞ്ഞത് എല്ലാ ജനങ്ങളും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർ വ്യക്തമായിട്ട് പറഞ്ഞു. നമുക്കറിയാം, ഞാനടക്കം ഒരുപാട് ആളുകൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ അല്ലെ യൂട്യൂബിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഒരു നല്ല ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പുള്ളിക്കാരിയെ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ആ പുള്ളിക്കാരി ആ രീതിയിൽ തന്നെയാണ്, വ്യക്തവും ശക്തവുമായിട്ട് പൂർണ്ണമായിട്ടുള്ള തെളിവുകൾ എടുത്തുകൊണ്ടാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത്. പല ആളുകളും വെറുതെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ പുള്ളിക്കാരി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കും. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നതാണ് ഇവർക്ക് ഏറ്റവും വിമുഖത ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട്, അല്ലെ അവരെ അങ്ങ് തകർത്ത് കളയാൻ വേണ്ടിയിട്ട്, PR ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സാജൻ സ്കറിയെ സംഘിക്കുട്ടന്മാർ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു പക്ഷേ ചെയ്യുന്ന വൃത്തികെട്ടൊരു പരിപാടിയായിരിക്കും. അതിന് സംഘിക്കുട്ടന്മാരുടെ ഒപ്പം തന്നെ മെഴുകാൻ വേണ്ടിയിട്ട് സാജനും കൂട്ടു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വൃത്തികെട്ട പരിപാടി തന്നെയാണ് സാജൻ മോനെ. ഈ ഒരു കേരളത്തിൽ അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇവിടെ എന്തൊക്കെ നടന്നാൽ മതി എന്നുള്ളതിനെപ്പറ്റി കൃത്യമായുള്ള ധാരണയുള്ള ആളുകൾ തന്നെയാണ് കേരളത്തിൽ ജീവിക്കുന്നതും സംസ്ഥാന സർക്കാരും ഒക്കെ എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ അതിനിടയിലേക്ക് നിങ്ങളുടെ ഈ ചാണകം മെഴുകുന്ന ആളുകളുടെ മെഴുകലൊന്നും വേണ്ട. അങ്ങനെ മെഴുകാനായിട്ട് അവർക്ക് എന്തെങ്കിലും അവസരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കൊടുക്കുക. അത് ഇങ്ങോട്ടേക്ക് വേണ്ട. കേരളത്തിലെ ജനങ്ങൾ അതിന് അവസരം കൊടുക്കില്ല. അത് ആ ഒരു അവസരം കിട്ടിയതുകൊണ്ട് തന്നെ ആ പാവം പിടിച്ച അനന്തു എന്ന് പറയുന്ന പയ്യന്റെ ജീവൻ പോയി. അതിനെതിരെ സംസാരിക്കാനോ അതിന് വേണ്ടിയിട്ട് സംസാരിക്കാനോ ഒരുത്തനെയും കാണുന്നില്ല. അപ്പോൾ ഇത്രയും വൃത്തികെട്ട മ്ലേച്ഛകരമായിട്ടുള്ള ചിന്താഗതിയുള്ള ആളുകളാണല്ലോ ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ഓർക്കുമ്പോൾ, അല്ലെ കാണുമ്പോൾ വല്ലാത്ത വിഷമകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. എന്തിനാണെങ്കിലും ദുൽഖർ സൽമാന് ആ വാഹനം തിരികെ കിട്ടി. ബാപ്പയ്ക്ക് കൊടുത്ത വാക്ക് പാലിച്ച മകന്റെ വിജയമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിനെതിരെ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ വിമർശനവുമായിട്ട് വന്നാലും അത് ദുൽഖർ സൽമാന്റെയും മമ്മൂട്ടിയുടെയും മുസ്ലിംസിന്റെയും വിജയം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.